മോഹൻലാലും മമ്മൂട്ടിയും മലയാള സിനിമയുടെ നെടുംതൂണുകളാണ്. വർഷങ്ങളായി ഇരുവരും മലയാള പ്രേക്ഷകരെ ആസ്വാദനത്തിൻ്റെ നെറുകയിലെത്തിക്കുന്നതിനായുള്ള മനോഹര ചിത്രങ്ങളുടെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നു. നിരവധി ചിത്രങ്ങളിൽ ഒന്നിച്ചഭിനയിച്ചിട്ടുള്ള ഈ സൂപ്പർ താരങ്ങൾ തമ്മിൽ ഈഗയുടെ പേരിൽ യാതൊരു തരത്തിലുമുള്ള കലഹവും ഉണ്ടായതായി ഇന്നോളം ആരും പറഞ്ഞു കേട്ടിട്ടുമില്ല. അതാണ് മലയാള സിനിമാ മേഖലയെ മറ്റു പല സിനിമാ മേഖലകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും. ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് പ്രശസ്ത സിനിമാ നിരൂപകനും മാധ്യമപ്രവർത്തകനുമായ പല്ലിശ്ശേരി മോഹൻലാലിനെക്കുറിച്ചും മമ്മൂട്ടിയെക്കുറിച്ചും പങ്കുവച്ച ചില കാര്യങ്ങളാണ്. മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഒരു ഷൂട്ടിംഗ് സെറ്റിലെത്തി ഒരിക്കൽ തട്ടിക്കയറിയിട്ടുണ്ട് എന്ന ഒരു വാർത്തയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു വാർത്ത ഒരിക്കൽ തന്നോട് ചിലർ പറയുകയുണ്ടായി എന്നും അന്ന് താൻ അവരോട് പറഞ്ഞത് ആ സംഭവം അവർ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല നടന്നത് എന്നും അത് സംഭവിച്ചത് എങ്ങനെയാണ് എന്ന് തനിക്ക് നേരിട്ടറിയാമെന്നും അന്ന് ആ സംഭവം നടക്കുമ്പോൾ താനും ആ സെറ്റിൽ ഉണ്ടായിരുന്നുവെന്നുമാണ് എന്നും പല്ലിശ്ശേരി പറയുന്നു. അത് ഈഗോയുടെ പേരിൽ നടന്ന ഒരു സംഭവമല്ല. മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഷൂട്ടിംഗ് സെറ്റിലെത്തി മോഹൻലാലിനോട് തട്ടിക്കയറുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിലെ കാരണം വളരെ വ്യത്യസ്തമാണ്. ആ സംഭവത്തിൻ്റെ സത്യാവസ്ഥ ഇങ്ങനെയാണ്. മോഹൻലാലിൻ്റെ വിവാഹം അടുപ്പിച്ച് നടക്കുന്ന ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് സെറ്റ് മോഹൻലാലിൻ്റെ കൂടി സൗകര്യം പ്രമാണിച്ച് മേരിലാൻഡ് സ്റ്റുഡിയോയിലാണ് ഷൂട്ടിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേ സ്ഥലത്ത് തന്നെ മമ്മൂട്ടിയും മറ്റൊരു ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനായി എത്തിയിട്ടുണ്ട്. മോഹൻലാലിൻ്റെ വിവാഹം പ്രമാണിച്ച് അദ്ദേഹം എത്ര ദിവസം ഷൂട്ടിങ്ങിന് എത്താതിരിക്കും, എത്ര ദിവസം അവധിയെടുക്കുമെന്ന് ഷൂട്ടിന് വരും എന്നൊന്നും സംവിധായകനോ യൂണിറ്റിലുള്ളവർക്കോ അറിയില്ല. ലാൽ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടുമില്ല. മോഹൻലാലിൻ്റെ വിവാഹം കഴിഞ്ഞു. മമ്മൂട്ടിയടക്കം എല്ലാവരും വിവാഹത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. മോഹൻലാൽ എന്തായാലും ഏറ്റവും കുറഞ്ഞത് ഒരു 4 ദിവസം ഉണ്ടാകില്ല എന്ന് കണക്കുകൂട്ടി സംവിധായകൻ അദ്ദേഹമില്ലാത്ത ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. എല്ലാം സെറ്റ് ചെയ്തു വെച്ചു. വിവാഹം കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ഏവരും നോക്കുമ്പോൾ പുലർച്ചെ തന്നെ മോഹൻലാൽ സെറ്റിലെത്തിയിരിക്കുന്നു. സഹസംവിധായകനടക്കം സെറ്റിലുള്ള എല്ലാവരും ഞെട്ടി. മോഹൻലാൽ ഒരു നാണമോ സങ്കോചമോ കൂടാതെ ഷൂട്ടിങ്ങിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചു, ലാലെ എന്താണിത്, ഇന്നലെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ എന്ന്. അപ്പോൾ മോഹൻലാൽ പറഞ്ഞു, അതെ, താൻ എന്നും ഷൂട്ടിങ്ങിന് ഈ സമയത്തല്ലേ വരുന്നത്, താൻ തൻ്റെ ജോലി ചെയ്യാൻ വന്നതാണ്, അതിനെന്താ എന്നാണ്. ഇതേസമയം തൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നിറങ്ങിയ മമ്മൂക്കയോട് പ്രിയദർശൻ മോഹൻലാൽ ഷൂട്ടിങ്ങിന് വന്ന കാര്യം പറയുന്നു. കല്യാണം കഴിഞ്ഞുള്ള ആദ്യ ദിവസമാണ് അവൻ അവിടെ ഷൂട്ടിങ്ങിന് വന്നിരിക്കുന്നു. ആര് പറഞ്ഞിട്ടും ഒന്നും കേൾക്കുന്നില്ല, മമ്മൂക്ക അവന് 2 കൊടുക്കണമെന്ന. മമ്മൂക്ക ചോദിക്കാമെന്നേറ്റു. മമ്മൂട്ടി മോഹൻലാലിൻ്റെ ലൊക്കേഷനിലേക്ക് പോയി. മമ്മൂട്ടി കട്ടക്കലിപ്പിലെവിടെ മോഹൻലാൽ എന്ന് തിരക്കുന്നു. എന്തോ പ്രശ്നമുണ്ടെന്ന് എല്ലാവർക്കും ഒരു സംശയം. മമ്മൂക്ക മോഹൻലാലിനെ തിരക്കുന്നു. അപ്പോൾ ലാൽ മേക്കപ്പ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. മേക്കപ്പ് ചെയ്തു വന്ന ലാൽ മമ്മൂക്കയെ കണ്ടതും ഓടിയെത്തി കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു, നിന്റെ കെട്ടിപ്പിടിയൊന്നും വേണ്ട, മാറി നിൽക്കുക, നിനക്ക് നാണമില്ലേടാ എന്ന് ചോദിച്ചു. അപ്പോൾ ലാൽ എന്തു പറ്റിയെന്ന് ചോദിച്ചു. എടാ, നിന്റെ കല്യാണം ഇന്നലെ കഴിഞ്ഞതല്ലേ ഉള്ളൂ, നീ ഇപ്പോൾ വീട്ടിൽ നിൽക്കേണ്ടതല്ലേ, എടാ ഒരു 4-5 ദിവസം വീട്ടിൽ ആ കുട്ടിയുടെ കൂടി ഇരിക്കണ്ടേ എന്ന് പറഞ്ഞ് മമ്മൂക്ക കട്ടക്കലിപ്പിൽ നിൽക്കുകയാണ്. ലാൽ മമ്മൂക്കയെ തണുപ്പിക്കാൻ സോപ്പിട്ട് നിൽക്കുന്നു. ഒടുവിൽ ലാൽ പറഞ്ഞു, മമ്മൂക്ക ഇത് നമ്മുടെ ചോറല്ലേ മമ്മൂക്ക, നമ്മൾ ഒരു 4 ദിവസം മാറി നിന്നാൽ ആ നിർമ്മാതാവിന് എന്തൊരു നഷ്ടമാണ് ഉണ്ടാവുക. ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചതാണ്, അതുകൊണ്ട് ആ ഡേറ്റിനുള്ളിൽ അത് തീർത്തു കൊടുക്കണം. അതിനിടയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് മാറി നിൽക്കാനാവില്ല, അത് തനിക്ക് ചെയ്യാൻ കഴിയില്ല മമ്മൂക്ക എന്ന് പറഞ്ഞു. അങ്ങനെ തർക്കുത്തരം പറഞ്ഞും മമ്മൂക്കയെ സോപ്പിട്ടും നിൽക്കുകയാണ്. എടാ, നീ ഒന്നും നന്നാവില്ല, ഇതിനൊക്കെ ഒരു മുറയും ചടങ്ങുമുണ്ട് എന്നൊക്കെ മമ്മൂട്ടി പറഞ്ഞു. എന്നിട്ട് മമ്മൂക്ക സംവിധായകനോട് പറഞ്ഞു, നിങ്ങൾക്കെങ്കിലും ഒന്ന് പറഞ്ഞൂടെ എന്ന്. അപ്പോൾ സംവിധായകൻ പറഞ്ഞത് തങ്ങൾ ലാൽ 4 ദിവസം കഴിഞ്ഞേ വരുമെന്നാണ് കരുതിയത് എന്നാണ്. ഒടുവിൽ മമ്മൂക്കയെ സോപ്പിടാൻ ലാൽ പറഞ്ഞു, ശരി മമ്മൂക്ക, ഞാൻ നേരത്തെ പോയിക്കോളാമെന്ന്. എടാ ലാലു, നീ എന്തായാലും ചെയ്തത് ശരിയായില്ല എന്നും നിനക്ക് താൻ പറഞ്ഞത് ഇഷ്ടമായില്ലെങ്കിൽ ഓക്കെ, നിന്നോട് ഇതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതി പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് മമ്മൂക്ക പിണങ്ങി. ഇത്ര വെളുപ്പാൻകാലത്ത് കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ നീ ഇങ്ങനെ വരേണ്ടിയിരുന്നില്ല എന്ന് മമ്മൂക്ക പറഞ്ഞു. ലാൽ മമ്മൂക്കയെ എങ്ങനെയെങ്കിലും തണുപ്പിച്ചു വിടാനുള്ള തന്ത്രങ്ങളാണ് നോക്കുന്നത്. മമ്മൂക്കയെ ചിരിപ്പിക്കാൻ നോക്കുകയാണ്. പക്ഷെ മമ്മൂക്ക ചിരിക്കുന്നില്ല. ഒടുവിലെ സോറി, ഞാൻ നേരത്തെ പൊക്കോളാം എന്നൊക്കെ പറഞ്ഞ് ലാൽ സമാധാനിപ്പിക്കാൻ നോക്കി. അതോടൊപ്പം ആരാണ് മമ്മൂക്കയോട് എനിക്കിട്ട് പാര പണിഞ്ഞത് എന്ന് മോഹൻലാൽ ചോദിച്ചു. മമ്മൂക്ക പറഞ്ഞു, നിൻ്റെ കൂട്ടുകാരൻ പ്രിയദർശനാണ് ഇത് നിന്നോട് ചോദിക്കണമെന്ന് പറഞ്ഞത് എന്ന്. അങ്ങനെ മോഹൻലാലിനെ നേരത്തെ വിടണം എന്നൊക്കെ പറഞ്ഞ് മമ്മൂക്ക പോയി. ഇതായിരുന്നു ആ സംഭവമെന്നാണ് പല്ലിശ്ശേരി പറയുന്നത്.